നമ്മള് ബാണാസുര സാഗർ അണക്കെട്ട് കാണാനുള്ള പോക്കാണ് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ടൊക്കെയുള്ള പോകുന്ന വഴി എന്ത് മനോഹര നോക്കിക്കേ. ടീ പ്ലാന്റേഷൻ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു വേറെ ലുക്കാണ്. ഇപ്പം മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളൊക്കെ പോകുന്ന വഴിക്ക് ഇവിടെ ടീ മ്യൂസിയം കണ്ടു. അപ്പോൾ ടീ മ്യൂസിയത്തിൽ ഒന്ന് കയറി ഒന്ന് കണ്ടിട്ട് പോകാം. ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് ഒന്നും അറിയില്ല, ജസ്റ്റ് ഒന്ന് പോയി നോക്കട്ടെ. ഇതിൻ്റെ എൻട്രൻസ് ഞാൻ കാണിച്ചു തരാവേ. കണ്ടോ, ഇതൊക്കെ ചായപ്പൊടി ഉൽപ്പാദിപ്പിക്കുന്ന മെഷീൻസിൻ്റെ ഓരോരോ പാർട്ടുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പണ്ടത്തെ മെഷീൻസുകളാണ്. ഇത് ഹാരിസൺ മലയാളത്തിൻ്റെ കെയർ ഓഫിലുള്ള ഒരു മ്യൂസിയമാണ് കേട്ടോ. ഇതൊക്കെ ചായ ഉൽപ്പാദിപ്പിക്കുന്ന ചെറിയ ചെറിയ മെഷീനറീസ് ആണ്. പണ്ടത്തെ ഒരു ടൈപ്പ് റൈറ്ററാണ് കേട്ടോ. ബ്ലോവർ, പിന്നെ നമ്മുടെ ഇവിടുത്തെ ടീയെ കുറിച്ചുള്ള ചായയെക്കുറിച്ചുള്ള ഇന്ത്യയിലെ ചായയെക്കുറിച്ചുള്ള വിവിധ ഡീറ്റെയിൽസുകളാണ് ഈ കൊടുത്തിരിക്കുന്നതെല്ലാമേ. ആസാമിലേത്, ഡാർജിലിംഗിലേത്, നീലഗിരീസിലെ, മൂന്നാറിലെ പല പല ഏരിയയിൽ ടീ പ്ലാന്റേഷൻസ് ഉള്ള ഏരിയയിലെ അവിടുത്തെ ടീ പ്ലാന്റേഷനെ കുറിച്ചും അതിൻ്റെ ചരിത്രങ്ങളും മറ്റുമൊക്കെ എഴുതി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇതൊക്കെ എന്തിൻ്റെ മെഷീൻസ് ആണെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല കേട്ടോ. ഇതിൻ്റെ വലിയൊരു ബോയിലറാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇതിന് ഈ തേയിലയുടെ ഇലയെല്ലാം കൂടെ ഉണക്കാൻ വേണ്ടിയുള്ള പഴയ ബോയിലറിൻ്റെ ഒരു മോഡലാണ് ഇപ്പോൾ ഇരിക്കുന്നത് കേട്ടോ. പണ്ടത്തെ കുക്കിംഗ് ഓവനാണ് കേട്ടോ. കുക്കിംഗ് അല്ല, ശരിക്കും പറഞ്ഞാൽ അതെ, ബേക്കിംഗ് ആൻഡ് കുക്കിംഗ് ഓവൻ പണ്ടത്തെ. ലൈഫ് സ്റ്റൈൽ സെക്ഷൻ ആയതല്ലേ ഇതെല്ലാം തന്നെ. ഇത് കൂടുതലെല്ലാം ഈ ടീയെ ബന്ധപ്പെട്ട ഐറ്റംസ് ആണ് മൊത്തം, അതിൻ്റെ ടൂൾസുകളാണ് മൊത്തം. ഇതൊക്കെ പണ്ടത്തെ ടൂൾസാണ്. ഇപ്പം ഇതെല്ലാം കുറച്ചും കൂടെ ഹൈടെക് ആയി. ഞാൻ ആദ്യം ഒരു ദൂരെ കണ്ടപ്പോൾ തബലയാണ് ഓർത്ത്. ഇതൊരു ഫാക്ടറി തന്നെ പൊളിച്ച് ഇവിടെ കൊണ്ട് വെച്ചിരിക്കുന്നുണ്ടോ. പ്രഷർ ഗേജ് ലണ്ടനിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പണ്ടത്തെ ഒരു വാച്ചിൻ്റെ ക്ലോക്കിൻ്റെ ഒരു മോഡല്. ആംഗ്ലോ സ്വിസ് പഞ്ചിങ് ക്ലോക്ക്. പണ്ടത്തെ ത്രാസുകൾ ഇപ്പോഴും ചില കടകളിലൊക്കെ പോയാൽ ഇങ്ങനത്തെ ത്രാസുകൾ കാണാൻ പറ്റും. അല്ല, തൂക്കുന്ന മെഷീൻ പണ്ടത്തെയാണ്, പക്ഷേ ഇപ്പോഴും പല സ്ഥലത്തും ഉപയോഗിക്കുന്നുണ്ട്. പഴയ TV, ടേപ്പ് റെക്കോർഡർ, VCR അങ്ങനെ ഐറ്റംസ് എല്ലാം. പഴയ വീഡിയോ കാസറ്റ്, സാധാരണ കാസറ്റ്.
ഇത് ഇവിടുത്തെ സെക്കൻഡ് ഫ്ലോറിലേക്ക് എത്തുമ്പോഴുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് കേട്ടോ. ഇത് ചായയുടെ ഒറിജിനെ പറ്റിയാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഇത് ചായ ഒറിജിനലി ചൈനയിൽ നിന്ന് വന്നതാണ്. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് തന്നെ ചൈനക്കാർ ചായ ഉപയോഗിച്ചിരുന്നു. അപ്പം മ്യൂസിയത്തിലെ കാഴ്ചയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് നേരെ ഡാമിലേക്ക് പോവുകയാണ് കേട്ടോ. ഏതാണ് ബാണാസുര സാഗർ അണക്കെട്ട്. അപ്പം ഞങ്ങൾ ഡാമിൻ്റെ ഏരിയയിലെത്തി കേട്ടോ. ചായ കുടിക്കാനുള്ള പോക്കാണ്. ഡാമിലേക്കുള്ള എൻട്രൻസ് ഇവിടെയാണ് കേട്ടോ. ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടറൊക്കെ ഈ ഭാഗത്താണേ. ഏഷ്യയിലെ 2ാമത്തെ ഏറ്റവും ലാർജസ്റ്റ് എർത്ത് ഡാമാണ് ഇത് കേട്ടോ. ഇവിടുന്ന് ഡാമിലേക്ക് പോകണമെങ്കിലുണ്ടല്ലോ, ഇവിടുന്ന് വാൻ സർവീസ് ഉണ്ട്. ഇവിടുന്ന് ഒരുപാട് ദൂരമുണ്ട്. ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന നമ്മുടെ ഡാം, അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ കുറച്ച് ദൂരമുണ്ട്. അതുകൊണ്ട് ഇവിടുന്ന് 2 വേ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ 25 രൂപയാണ് ഒരാൾക്ക്. ഭയങ്കര ക്യൂ ഉണ്ട് ഇവിടെ. ഒറ്റ വണ്ടിയുണ്ട്. ഈ വണ്ടിക്ക് ഇങ്ങനത്തെ വണ്ടികൾക്കാണ് പോകേണ്ടത് കേട്ടോ. ആകെ 2 വണ്ടി എങ്ങാണ്ട് ഉള്ളെന്ന് പറഞ്ഞു. നമുക്ക് കിട്ടി കേട്ടോ. അതിൽ നിന്ന് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ആ വണ്ടിക്ക് ഞങ്ങൾ മുകളിലെത്തി കേട്ടോ. ഞങ്ങൾ നിന്നാ വന്നുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് വണ്ടി കിട്ടി. ഇല്ലെങ്കിൽ ഞങ്ങൾ അവിടെ ചിലപ്പം കുറേ നേരം പോസ്റ്റായി പോയേനെ. ഓക്കെ, ഡാമിൻ്റെ ആ പരിസര പ്രദേശമൊക്കെ എന്നാ ഭംഗിയാന്ന് നോക്കിയേ. ഇത് ഭൂമി തന്നെ പ്രകൃതിയാ ഉണ്ടാക്കിയ ഒരു ഡാമാണ് കേട്ടോ. എർത്ത് ഡാം എന്നാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. ഇവിടുന്ന് ഒരുപാട് ദൂരമുണ്ട് കേട്ടോ. ഏകദേശം 1 കിലോമീറ്ററോളം നമുക്ക് നടക്കാനുണ്ട്. ഇവിടെയൊക്കെ പാമ്പിൻ്റെ ശല്യമൊക്കെ ഉണ്ടെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പാമ്പുകളെ സൂക്ഷിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാമ്പുകളെ സൂക്ഷിച്ചാൽ വലിയ കടിയും കിട്ടിക്കല്ലോ. അല്ലാതെ പാമ്പുകളെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും വലിയ കേസായെങ്കിൽ പണി കിട്ടും. പാമ്പുകളെ സൂക്ഷിക്കണം പോയി. ഇവിടെ സിപ്പ് ലൈൻ ഉണ്ട് കേട്ടോ. ഇതാ പോകുന്നു. ലോങ് ആണ്. അതെവിടം വരെ പോകുമെന്നൊന്നും അറിയില്ല. ഒരുപാട് ദൂരം പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡാമിൽ വന്നിട്ട് തിരിച്ചു പോകുന്നവർക്ക് വേണമെങ്കിൽ ഇങ്ങനെ സിപ്പ് ലൈൻ ഉപയോഗിച്ച് പോകാമേ. അങ്ങനെ ഇവിടെ കാണുന്നത് ഒരു ചെറിയൊരു ദ്വീപാണ് കേട്ടോ. അപ്പം നടന്നു വരുന്നവർക്ക് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ ഉള്ളെന്ന് എനിക്ക് തോന്നുന്നു. കണ്ടിട്ട് 1/2 കിലോമീറ്റർ കൂടുതലുണ്ട്. നമ്മളിപ്പോൾ കാണുന്ന അവിടെ കുറച്ച് ആളുകൾ നടന്നു വരുന്നത് കണ്ടോ. അവിടെ തൊട്ട് ഇതിങ്ങനെ നടന്ന് ഇങ്ങനെ വന്ന് ജസ്റ്റ് ഇത് അവിടം വരെ വരണം. അവിടെ നമുക്ക് ഇതിലേക്ക് നടന്നിട്ട് പോരാം. ഇവിടെ നല്ല അടിപൊളി സ്പീഡ് ബോട്ട് സർവീസ് ഉണ്ട് കേട്ടോ. വേറെ ഒരെണ്ണം വരുന്നുണ്ടേ. ഒരാൾക്ക് 200 രൂപയെന്നാണ് പറഞ്ഞത്. ഞാനോർത്ത് ഇവിടെ മുഴുവൻ ഇങ്ങനെ ഷീറ്റ് ഇട്ടൊക്കെ വന്നു. ഷീറ്റല്ല കേട്ടോ, ഇതുകൊണ്ട് ഇഷ്ടംപോലെ സോളാർ പാനലാണ് വെച്ചിരിക്കുന്നത് മൊത്തം. ഇപ്പോൾ അത് മൊത്തം ഇങ്ങനെ കുറേ ദൂരത്തേക്ക് ഇങ്ങനെ സോളാർ പാനൽ വെച്ചിരിക്കുക. ഇതങ്ങോട്ടോ ഡാമിൻ്റെ ഏകദേശം നടുക്കായിട്ടുണ്ട്. ആ വെള്ളത്തിൽ കണ്ടോ, അവിടെ മുഴുവൻ അത് സോളാർ പാനൽ വെച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഐലൻഡ് ഉണ്ടല്ലോ, ഇവിടെ കാണുന്ന ഈ ഐലൻഡിലേക്ക് അധികം ആളുകളെ അങ്ങോട്ട് വിടുന്നില്ലെന്നാണ് പറഞ്ഞത്. കാരണം അവിടെ മുഴുവൻ പാമ്പുകളാണ്.
പാമ്പുകളുടെ ശല്യം ഭയങ്കര കൂടുതലാണ്. ഇടയ്ക്ക് ഈ ഡാമിലൂടെ പാമ്പുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വരുന്നതുകൊണ്ടാണ് അവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് പാമ്പുകളെ സൂക്ഷിക്കുക. പാമ്പുകളെ നമ്മൾ വീട്ടിൽ കൊണ്ട് വെച്ച് സൂക്ഷിച്ച് വെക്കാനല്ല പറഞ്ഞേക്കുന്നത്, പാമ്പുകളുടെ കടി കേൾക്കാതെ സൂക്ഷിക്കണം, പാമ്പുകളെ കണ്ടാൽ മാറിപ്പോകണം എന്നാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ വളരെ വളരെ മനോഹരമാണ് കേട്ടോ. ഏതായാലും നമ്മൾ തിരിച്ചു പോവുകയാണ്. നമുക്ക് സമയം അധികമില്ല, അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോവുക. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? ഒച്ച പറയടാ. നല്ലതാ. അടിപൊളിയാണോ? ഞാൻ ഇങ്ങനെ പിടിച്ചേക്കാൻ മുഖത്ത് സൂര്യപ്രകാശം അടിക്കുന്നുണ്ടല്ലേ? സൂര്യൻ കറക്റ്റ് ഞങ്ങളുടെ മുഖത്തോടെ അടിക്കുന്നത് കേട്ടോ. അയ്യോ, ഏതായാലും സംഭവം അടിപൊളി, ഇഷ്ടപ്പെട്ടു, നല്ല വൈബായിരുന്നു. ഞങ്ങൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, കുറച്ച് കഴിയുമ്പോൾ വരും. ഇനിയിപ്പോൾ സീറ്റ് കിട്ടിയില്ലെങ്കിൽ നിന്നിട്ടായാലും ഞങ്ങൾ പോകും. സീറ്റ് കിട്ടി. അടിപൊളിയായിരുന്നു, നല്ല ഉറക്കം ഉറങ്ങിയല്ലേ? പഠിച്ചുകൾക്കൊന്നും ഈ യാത്ര അത്ര സെറ്റാവും തോന്നില്ല. അടുത്ത് ഞങ്ങളൊന്ന് ഒരു പള്ളിയിൽ കൂടെ വിസിറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. പള്ളിക്കുന്ന്, ഏത് പള്ളിയത്? ലൂർദ് മാതാ പള്ളിയോ? ലൂർദ് മാതാ ചർച്ചിലേക്കാണോ പോകുന്നത്? ആ പള്ളിയിൽ കൂടി ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് പോകാനുള്ള പരിപാടിയാണ്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ അവിടെ തീർത്ഥയാത്രയൊക്കെ വരുന്നതാണ്. നമ്മളിതുവരെ അവിടെ പോയിട്ടില്ല, അതിലൊന്ന് പോയി നോക്കട്ടെ. അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തി കേട്ടോ. പള്ളിയിലെത്തി. ഇത് ലൂർദ് മാതാ ചർച്ച് പള്ളിക്കുന്നല്ലേ? കേന്ദ്രാടയോ അല്ലാതെ തീർത്ഥാടന കേന്ദ്രം. കൊണ്ട് രക്ഷയില്ലല്ലോ. അകത്ത് ഇപ്പം വിശുദ്ധ കുർബാന നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഈ പള്ളി കോഴിക്കോട് ഡയസിന്റെ കീഴിലുള്ള ഒരു ലാറ്റിൻ പള്ളിയാണ്. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പോലും ആളുകൾ ഒരുപാട് പേര് ഇവിടെ തിരുനാളിനൊക്കെ വരുന്നതാണ്. ഇവിടെ ഈ പള്ളി 1908 ഈ പള്ളി സ്ഥാപിച്ചത് കേട്ടോ. അതിനുശേഷം പിന്നെ 1967 ഇത് റീകൺസ്ട്രക്ട് ചെയ്തു കേട്ടോ. ഈ പള്ളിയുടെ ഭിത്തികളൊക്കെ ഉണ്ടല്ലോ, കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ച കേട്ടോ. കരിങ്കല്ല. അതുകൊണ്ട് ഈ പള്ളിയുടെ മുൻ വികാരി അച്ഛനാണ് ഈ കാണുന്നത് കേട്ടോ. ഇതൊരു ദൈവദാസൻ, അതായത് വിശുദ്ധനാകാനുള്ള ആദ്യ പടി കഴിഞ്ഞ മനുഷ്യനാണിത്. ഇവിടെ ഉണ്ടായിരുന്ന പണ്ടത്തെ ഒരു 1951 മുതൽ 54 വരെ ഇവിടുത്തെ പള്ളിയുടെ വികാരിയച്ഛനായിരുന്നു. ഇതുണ്ടോ, ഇവിടെ ഒരു 100 കണക്കിന് കുഞ്ഞുമക്കളുടെ ഫോട്ടോസാണ് ഇവിടെ കൊടുക്കുന്നത് കേട്ടോ. ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ അന്വേഷിച്ച് പറഞ്ഞത് ഇതെല്ലാം ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അവർക്ക് ഉണ്ടായ കുട്ടികളാണ്. ഇതെല്ലാം മക്കളുണ്ടാകാതെ കാത്തു നിന്നിട്ട് ഈ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായ കുട്ടികളാണെന്നാണ് ഇവിടെ പറഞ്ഞത്. ഇവിടെ എല്ലാ മാസവും ഇവിടെ ധ്യാനമുണ്ട് കേട്ടോ. ഈ പള്ളിയിൽ ഫാദർ അലോഷ്യസ് കുളങ്ങര നയിക്കുന്ന ധ്യാനം. ഞാൻ നേരത്തെ പറഞ്ഞ ആ കുഞ്ഞ് ധ്യാന കേന്ദ്രമാണ് കാണുന്നത് കേട്ടോ. വളരെ കുറച്ച് ആളുകൾ മാത്രം പങ്കെടുക്കുന്ന ചെറിയൊരു ധ്യാന കേന്ദ്രം. ഇനിയിപ്പോൾ ഇവിടെ പള്ളിയിലത്തെ സന്ദർശനം എല്ലാം കഴിഞ്ഞു. പള്ളിയിൽ കയറി ഞങ്ങൾ പ്രാർത്ഥിച്ചായിരുന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ച് നാട്ടിലോട്ട് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ.